ചിന്താശക്തിയും പ്രതികരണശേഷിയുമുള്ള പുതിയ തലമുറ ലക്ഷ്യബോധത്തോടെ മുന്നേറുന്നതിലുണ്ടായ പരാജയമാണ് സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ.യു. രഘുരാമൻ പണിക്കർ പറഞ്ഞു. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും സർവ്വസാധാരണമായ വ്യാപനം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് കേരളത്തെ മാറ്റുകയാണ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത്തരം അവസ്ഥകൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യോജിച്ച് മുന്നേറുന്നതിന് എല്ലാവരും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്ഥാപനമായ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രഘുരാമൻ പണിക്കർ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ട് നിൽക്കുന്ന രോഗികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ആരോഗ്യത്തിനും പ്രശ്നങ്ങളും പരിക്കേറ്റു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരും നേരത്തെ പറഞ്ഞു, സ്വയം കിഡ്നി പോലും ദാനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ട് മാറുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിത്വം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ സാധിച്ചില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നു. നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് പോലും തോന്നുന്നു. സമൂഹത്തിനെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും എന്നും കാണാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരോടൊപ്പം മുന്നോട്ട് പോകാനും അവർ നമ്മളിലൊരാളാണ് എന്നുള്ള ധാരണ ബലമായി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. ജോസ് വള്ളൂർ ചടങ്ങിൽ അധ്യക്ഷനായി. ഹൃദയ ഫൗണ്ടേഷന്റെ അവാർഡിനർഹനായ സാന്ത്വനം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജിയെ NTC ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് ജോസ് ആദരിച്ചു. രാംകുമാർ കാട്ടാനിൽ, NP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, KS ഡൊമിനിക്, ജെയ്ജു സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ശശികുമാർ എടപ്പുഴ, ആൻഡോ തൊറയൻ, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എൻഡോമെന്റുകളും വിതരണം ചെയ്തു.